ഗൈസ് ബാക്ക് ടു ചാനൽ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു ഗ്രാമമായ വെളിനാട് ഗ്രാമത്തിലെ കൊച്ചു ഭംഗികളാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ നാട് ഇത്ര അടിപൊളിയാണെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ. ബട്ട് ഞങ്ങളുടെ നാട് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും നാട് നല്ല മനോഹരമായിട്ടാണ് നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കുറേ എന്താ പറയുക ഭംഗികളുണ്ട്. നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലത്ത് കുറേ ഭംഗികളുണ്ടല്ലേ. പക്ഷേ ഞങ്ങളുടെ വെളിനാടെന്ന് പറയുന്ന ഈ കൊച്ചി ഗ്രാമത്തിൽ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇത്രയും ഭംഗിയുള്ള സ്ഥലം. അത് ഞാൻ നിങ്ങളെ നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ ഓൺ. ഗൈസ് ഇവിടെ ഫുൾ വയലും തോട്ടും ഒക്കെ ആയിട്ട് കിടക്കുന്നതാണ്. ഇതുണ്ടോ, ഞാൻ ആദ്യം ഇൻട്രസ്റ്റ് മീറ്റിൽ ഞാൻ ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നത്. അതുപോലെ ഈ ഒരു ഇങ്ങനെ ഇറങ്ങാനും കയറാനൊക്കെ നല്ല പാടാണെങ്കിലും നമ്മുടെ ഗ്രാമഭംഗി ഇത്ര അടിപൊളിയാണ് ഞാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പഠിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ ബുക്കിലൊക്കെ. നമ്മുടെ ഗ്രാമം എപ്പോഴും നല്ല ഭംഗിയും സെറ്റ് സൂപ്പറും ഒക്കെയാണ്. ഞാനൊന്നോർത്ത് ഞാൻ ചുമ്മാ തള്ളടിക്കുക എന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഇതൊരു സ്ഥലത്ത് വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ സത്യം പറയാമല്ലോ, ഐ ഹേറ്റ് ഇറ്റ്, ഐ വിൽ ലൈക്ക് ഓഫ് യു. കാരണം അത്രയ്ക്കും എൻ്റെ കണ്ണ് തള്ളിപ്പോയ സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാൽ ഇത് വേണം നിങ്ങൾ നോക്കി, ഇത് കണ്ടോ, ഈ ഒരു ഇത്രയുള്ള സാധനം നമുക്ക് ഇറങ്ങിയാൽ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഈ വയലിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വയലിൽ കൂടെ നിങ്ങൾക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ നടന്നോ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. കാരണം വെച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഇത്രയും പാടുപെട്ട ഒരു സ്ഥലമാണ് ഇത്. മീൻസ് പാടുപെട്ടെന്ന് വെച്ചാൽ ഈ ഒരു ഇറക്കം കയറാനും നല്ല ടഫാണ്. ഓക്കെയാണ് ഗൈസ്. നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ നേരിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് നമുക്ക് ഒരു കല്ലെടുക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ അപ്പുറത്തെ ഭാഗം. ഒരു കല്ല് ഇതുപോലെ എടുക്കാം. ഓക്കെ, ഈ കല്ല് ഈ സൈഡിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങൾ പോലെ കുറേ ഐറ്റംസ് കാണും. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വെച്ചത്. കാരണം എൻ്റെ പപ്പയും അമ്മയ്ക്ക് അവിടെ ഭയങ്കര ബിസിയാണ്. കാരണം എന്ന് വെച്ചാൽ ഗൈസ് നിങ്ങളെന്നെ കാണാമോ? ഹായ്, നല്ല പാടാണ് കേട്ടോ ഈ സംഭവം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഗൈസ് കാണുന്നില്ല, ഒരു നിമിഷം കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, കാരണം നല്ല പാടാണ് ഗൈസ്. നല്ല പാട് വിട്ട പരിപാടി കേട്ടോ ഇങ്ങനെ കയറുന്നത് ഇറങ്ങുന്നത്. നമുക്ക് ഇറങ്ങുന്നത് എങ്ങനെയാലും സഹിച്ച് നമുക്ക് ഇറങ്ങാം. പക്ഷേ കയറുന്ന കാര്യം കുറച്ച് ടഫാണ്. നമ്മൾ ബാക്കിലേക്ക് സ്ലിപ്പായി പോകും. ഇറങ്ങുമ്പോൾ ബാക്കിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സ്ലിപ്പായി ഇറങ്ങിപ്പോകും. ഇതുണ്ടോ, നല്ല നമ്മുടെ നെല്ലൊക്കെ ഇപ്പം നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം തന്നെ നമ്മുടെ നെല്ലൊക്കെ നല്ല പൂത്ത് കരുവാളിക്ക് പോലിരിക്കും. അത് ഞാൻ അങ്ങനെ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. നിങ്ങളിപ്പോൾ കയറിയപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് പോകുന്നതിനാണ്. കയറാനും ഇവിടെ കുറേ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് പിടിച്ച് കയറാനും ഗൈസ്. ഇതാണ് നമ്മുടെ നെല്ലൂട്ട്. ഗൈസ് ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ പറിച്ചതാണ് കേട്ടോ. നോക്ക്, ഇതാണ് നമ്മുടെ നെല്ല്. നിങ്ങൾ നെല്ല് കണ്ടിട്ടുള്ളതാണല്ലോ. ദിസ് ഇസ് ദ നെല്ല് ഓഫ് ദ റൈസ് ഗൈസ്. ഇത് ഗൈസ് ഇത് നമ്മൾ ഇത് എടുത്തിട്ട് നമ്മുടെ ഗോട്ട് മെഷീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഇത് നമ്മൾ ആക്കിയെടുക്കും ഗൈസ്. എന്തോ മെഷീനകത്തൊക്കെ ഇട്ടിട്ട് അരിയാക്കി എടുക്കുന്ന ഗൈസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ
റൈസ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ചോറില്ലേ, ചോറിൻ്റെ അരിയില്ലേ, അത് ഈ സംഭവം വെച്ചിട്ടാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ ആൾക്കാർ കുറേ എഫോർട്ട് എടുത്തിട്ടാണെന്ന് തോന്നിയത്. പണ്ടത്തെ ആൾക്കാർ നമ്മളെ എന്തോ കാലും കൊണ്ടെന്തോ മെതച്ചോ അങ്ങനെ എന്താണ്ട് പണ്ട് ഇവരെങ്ങനെയാണ്. പണ്ട് നമ്മുടെ ഈ അരിയൊന്നും ഇല്ലായിരുന്നല്ലോ, കൊഴുത്ത് മെഷീനൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവർ നമ്മുടെ അരിവാളില്ലേ, അരിവാൾ വെച്ചിട്ട് ഇങ്ങനെ ചെത്തി എടുത്തിട്ട് എന്തൊക്കെയോ ചെത്തി എടുത്തിട്ട് എന്തോ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ഇടിവല്ല സംഭവം എന്തോ വെച്ചിട്ട് അരി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഗൈസ് നമുക്ക് മണ്ടക്കോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ നല്ല പാട് പിടിച്ച പരിപാടി ഈ മണ്ടക്കോട്ട് കയറുന്ന പരിപാടി. നമുക്ക് കല്ല് അവിടെ തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പന്നി തീരി ഗൈസ്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇത്രയും നല്ല അടിപൊളി ഇന്ത്യ നമ്മുടെ ഭംഗി ലോകമാണല്ലോ എൻ്റേത്. സത്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫേസ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ ഗൈസ്. ഇന്ന് ഞാൻ ഐ ആം സോ വെരി ഹാപ്പി ബിക്കോസ് ഇങ്ങനൊരു വെരി ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് മൈ കേരള ഇൻ മൈ വില്ലേജ്. പിന്നെ നല്ല രസമാണ് ഗൈസ്. നമ്മുടെ ഈ നെല്ലിപ്പാളത്തിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സുഖം പിന്നെ എവിടെ ചെന്നാലും കിട്ടും. നമ്മൾ ഊട്ടിയിലോ കുറയാണെങ്കിലോ ഒന്നും പോയാൽ നമുക്ക് ഗൈസ്. പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് നീ സൺറൈസ് ആണ്. നിങ്ങൾ എവിടെയാ വേറെ എവിടെയും പോകണ്ട ഗൈസ്. എൻ്റെ ഇവിടെ തന്നെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കട്ടെ ഗൈസ്. അത് കണ്ട് അതാണ് നമ്മുടെ സൂര്യൻ. അപ്പം ഗൈസ് അതാണ് സൂര്യൻ. അപ്പം ആ സൂര്യനപ്പം നമ്മുടെ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് ഗൈസ്? ഗൈസ് എൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.